പ്രൈസ് ലോർഡ്. ആരും പറയുന്നില്ലെങ്കിൽ തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് തിരുവചനത്തിന്റെ ചിന്തയ്ക്കായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച അപ്പോസ്തല പ്രവൃത്തിയുടെ തുടർമാനമായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. തുടർന്ന് ഇന്ന് 12 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. 12 മുതൽ സമയം അനുവദിക്കുവാണെങ്കിൽ അതിന്റെ ചാപ്റ്റർ 2 11 വേഴ്സ് വരെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 12 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങളിൽ യൂദയുടെ സ്ഥാനത്ത് മറ്റൊരാളെ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പിതാവിന്റെ അടുത്തു നിന്നുള്ള ഒരു വാഗ്ദത്തത്തിനായിട്ട് ശിഷ്യന്മാർ കാത്തിരിക്കണമെന്ന് യേശു അവരോട് പറയുന്നു. അതാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടവും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ എന്തിന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്? പരിശുദ്ധാത്മാവിന്റെ 3 തരത്തില് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നതിനെ കുറിച്ച്, 3 ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ടിടയായി. ഒന്ന്, നമ്മെ കർത്താവിലേക്ക് അടുപ്പിക്കുന്ന, നമ്മോട് കൂടെ വരുന്ന, നാം തെറ്റിപ്പോയാലും നമ്മുടെ പുറകെ വന്ന് നമ്മെ കർത്താവിനോടുകൂടെ ചേർക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. 2, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന പരിശുദ്ധാത്മാവ്, നമ്മോടുകൂടെ വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. 3-മതായി ആ ശിഷ്യന്മാരെ എൻപവർ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവരുടെ മേളിൽ വന്ന പരിശുദ്ധാത്മാവ്. ഇതാണ് നാം 2-ാമത്തെ അധ്യായം തൊട്ട് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണം എന്ന് ശിഷ്യന്മാരോട് യേശു പറയുന്നു നിങ്ങൾ യെരുശലേമിലേക്ക് മടങ്ങി വരണം. യെരുശലേമില് നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് ഈ 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ, 26 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത്? എന്താണ് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നതിനെ കുറിച്ച് നാം അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, പൗലോസിന്റെ ലേഖനങ്ങളിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അവിടെ പറയുന്ന ഒരു കാര്യം, എന്തിനു വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്ന് വായിക്കാം. കൊരിന്ത്യർ ചാപ്റ്റർ 12 വേഴ്സ് 7 to 10. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുത്തന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുത്തന് പ്രവചനം, മറ്റൊരുത്തന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഈ പരിശുദ്ധാത്മാവിന്റെ എൻപവറിങ് നടക്കുമ്പോൾ അത് എന്തൊക്കെ രീതിയിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും? പരിശുദ്ധാത്മാവ് നമ്മളെ എൻപവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇതിനകത്ത് ഒരു കാര്യം, പദം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്? ഇപ്പൊ ഈ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗിഫ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് ഫോർ കോമൺ ഗിഫ്റ്റ്. ഒരു കാലങ്ങളിൽ നമ്മുടെ, അല്ലെങ്കിൽ പഴയ കാലങ്ങളിലൊക്കെ ഈ പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ്സ് ഒക്കെ ദൈവദാസന്മാര് അത് തീർച്ചയായിട്ടും അത് പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വേദപുസ്തകം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഈ ഗിഫ്റ്റ്സ് ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് അത് നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടല്ല, ഉപരിയായിട്ട് മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്, ദൈവസഭയുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നിലൊരു ഗിഫ്റ്റ് ദൈവം പകർന്നാൽ, എന്നിലൊരു അഭിഷേകം അല്ലെങ്കിൽ ഒരു പ്രത്യേക നിയോഗം ദൈവം തന്നാൽ, അത് ഞാൻ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് എൻ്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ചിന്ത അതിനകത്തുനിന്ന് ഞാൻ എന്തോ ബെനിഫിറ്റ് എടുക്കാമെന്നുള്ളതല്ല,
പകരമായിട്ട് ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ നാം ഇത് വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്യും. ഇതിനാൽ ദൈവസഭയ്ക്ക്, ദൈവരാജ്യത്തിന് പ്രയോജനം ഉണ്ടാകും എന്നുള്ള വലിയൊരു പദ്ധതി പ്രകാരമാണ് പരിശുദ്ധാത്മാവ് ഈ വ്യക്തികളെയൊക്കെ എംപവർ ചെയ്യുന്നത്. അവർക്ക് വിവിധ വരങ്ങളെ കൊടുത്ത് അവരെ മാനിക്കുന്നതിന്റെ കാര്യം ഇത് പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ ആ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി നാം മനസ്സിലാക്കാതിരുന്നാൽ അത് വലിയൊരു അപകടമായി തീരും. അപ്പോൾ ഇത് പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കണം. കാര്യം ഈ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ സുവിശേഷം ഇവിടെ ഒക്കെ സ്പ്രെഡ് ആകുവാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വിറ്റ്നസ് ആകുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇനിയും അതിന്റെ 12-ാമത്തെ വാക്യം തൊട്ട് 24-ാമത്തെ വാക്യം വരെ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 12 മുതൽ. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായിയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും അറിഞ്ഞതാകൊണ്ട് ആ സ്ഥലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരേണം. അങ്ങനെ അവൻ യുസ്തോസ് എന്ന് മറുപേരുള്ള ബർശബ എന്ന യോസഫ്, മത്യാസ് എന്നീ 2 പേരെ നിർത്തി. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെ അപ്പോസ്തലത്വത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ 2 ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്യാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവചനത്തിന്റെ ആഴങ്ങൾ, മർമ്മങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കഥാവെ മാറ്റങ്ങളൊക്കെ സ്വർഗ്ഗം ഞങ്ങളോട് വെളിപ്പെടുത്തി നൽകേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ ഇതിന്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ അടിയനെ മറയ്ക്കണം. പ്രാർത്ഥനയാതിനെ കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ ഈ ഭാഗം നടക്കുന്നത് 12-ാമത്തെ വാക്യം തൊട്ട് 26-ാമത്തെ വാക്യം വരെ നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസത്തെ കാലാവധിയിലാണ് ഇത് നടക്കുന്നത്. കാര്യം 40-ാമത്തെ ദിവസമാണ് യേശുവിന്റെ സ്വർഗാരോഹണം. അതിനുശേഷം 50-ാമത്തെ ദിവസം പെന്തക്കോസ്റ്റില്, അത് 50-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ ഔട്ട് പോറിങ് നടക്കുന്നു. അതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള 10 ദിവസങ്ങളാണ് ഈ 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇവര് യേശു പറഞ്ഞതനുസരിച്ച് അവർ യെരുശലേമിൽ കൂടി വന്ന അത് ശ്രദ്ധിക്കുമ്പോൾ അവിടെ എല്ലാ യേശുവിന്റെ അമ്മയും മറിയയും അവരുടെ സഹോദരങ്ങളും ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോരുന്നു. അവിടെ യേശുവിന്റെ ഇൻസ്ട്രക്ഷൻസ് വളരെ ക്ലിയർ ആയിരുന്നു. നിങ്ങൾക്ക് ഇനിയും പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടിയെങ്കിലേ കഴിയത്തുള്ളൂ. യേശുവിന്റെ അമ്മയ്ക്ക് അവിടെ ഒരു പ്രത്യേക ഒരു പരിഗണനയോ സഹോദരങ്ങൾക്ക് പ്രത്യേക പരിഗണനയോ ഒന്നും ഇല്ലായിരുന്നു. പുതിയ നിയമ ശുശ്രൂഷയില് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാലേ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെയും പറയുന്നു. ഇവിടെ പറയുന്നു, നിങ്ങൾ കൂടിയിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് എൻ്റെ സാക്ഷികളായി തീരണം. അപ്പൊ ആ ഒരു വലിയ ബേർഡനോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ
വലിയൊരു ഒരു മെസ്സേജോടുകൂടെയാണ് ഇവരെല്ലാവരും കൂടെ കൂടിയിരിക്കാനായിട്ട് തുടങ്ങിയത്. അവർ കൂടിയിരുന്നു. ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണുന്നു, അവർ കൂടിയിരുന്ന സമയത്ത് അവർ ഒരുമനപ്പെട്ട് അവർ തമ്മിൽ ഐക്യതയോടുകൂടെ പ്രാർത്ഥിച്ചു. അവര് ഉപവസിച്ചും പ്രാർത്ഥിച്ചും പോരുന്നു. വളരെ എഫക്റ്റീവായിട്ട് അവര് ആ ടൈം സ്പെൻഡ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ ആദ്യത്തെ ആ 14 കഴിഞ്ഞിട്ടുള്ള ഒരു വാക്യം കഴിയുമ്പോൾ നമുക്ക് പിന്നെ കാണുന്നത് പത്രോസ് നിന്നിട്ട് നിന്ന് അവിടെ ഒരു മെസ്സേജ് കൊടുക്കുക. ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ ഒരു ഭാവനയിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മൾ ഈ ഓൾ നൈറ്റ് പ്രയർ ഒക്കെ കൂടുന്ന സമയത്ത് ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ടീ ബ്രേക്ക് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്ന ആ ടീ ബ്രേക്കിലായിരിക്കും പത്രോസ് പറഞ്ഞത്, അതെ നമ്മളിപ്പം നിന്ന സമയത്ത് ഒരാളുടെ കുറവുണ്ട്, അപ്പൊ അയാളെ എങ്ങനെയെങ്കിലും നമുക്ക് ഒന്ന് തെരഞ്ഞെടുക്കണം. എനിക്ക് തോന്നുന്നു അന്നും ഇന്നും ഈ ആരെങ്കിലും തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു ഭയങ്കര ഒരു പ്രത്യേക ഒരു താല്പര്യം അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തിനാ ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവരോട് ഈ 10 ദിവസത്തെ കാലാവധിയിൽ ഈ ശിഷ്യന്മാരോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, നിങ്ങൾ കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഇവര് കാട്ടിച്ചു കൂട്ടിയ ഒരു പരിപാടിയാണ് തെരഞ്ഞെടുപ്പ്. അപ്പൊ അവരൊരു കാര്യം ചെയ്തു, ഒരു കാര്യം ചെയ്യാം. അപ്പൊ പത്രോസ് അതിന്റെ ഇടയ്ക്ക്, പ്രാർത്ഥനയുടെ ഇടയ്ക്ക് പത്രോസ് തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പത്രോസ് ആദ്യം യൂദയെ കുറിച്ച് 2 വാക്കൊക്കെ ഇപ്പോൾ പറയുന്നതായിട്ട് നമുക്ക് കാണാം. സഹോദരന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം സംസാരിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ റെഫർ ചെയ്ത് സങ്കീർത്തനത്തിൽ നിന്ന് കോട്ട് ചെയ്തൊക്കെ പത്രോസ് പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യം, ഇനിയും തെരഞ്ഞെടുക്കുന്ന പുതിയ ആളുടെ ക്വാളിഫിക്കേഷനും കൂടെ പറയുകയാണ്. ക്വാളിഫിക്കേഷൻ ഒക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 21-ാമത്തെ വാക്യത്തിലാണ് പത്രോസ് ആ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തനെ തിരഞ്ഞെടുക്കണം. അപ്പൊ ഇവിടെ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ പത്രോസ് വെച്ചു. ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴ് ഒരു കാര്യം സംഭവിച്ചു. ഈ ക്വാളിഫിക്കേഷനകത്ത് വരുന്ന 1-2 പേരേ ഉള്ളൂ. എൻ്റെ ഒരു ഊഹത്തിൽ പത്രോസിനെ തന്നെ അറിയാം, എനിക്ക് തോന്നുന്നു തിരഞ്ഞെടുക്കേണ്ട ആരെയാന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയായിരിക്കും പത്രോസ് പറഞ്ഞത്, ഇന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവരെ തിരഞ്ഞെടുക്കണം. ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് അവര് ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് 2 പേരെ വെച്ചു. അപ്പോൾ 2 പേരെ ഈ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വന്നോളൂ. ഇതിനകത്ത് ഒരാളെ ലോട്ടിട്ട് തെരഞ്ഞെടുത്തു. മത്തിയാസിന് ചീട്ട് വീണു. 11 പേരിലെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുവാനായിട്ട് മത്തിയാസിനെ തെരഞ്ഞെടുത്തു. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത്, മത്തിയാസിന്റെ പേര് ഇവിടെ എങ്ങും ഈ വേദപുസ്തകത്തിൽ പിന്നെ ഈ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തികളിൽ ഒന്നും കാണുന്നതായിട്ട് എങ്ങാണ്ട് ഒരു റെഫറൻസ് കണ്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ബാക്കി എങ്ങും ഒരു അപ്പോസ്തല പ്രവൃത്തികളിൽ, ലൈക് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളിൽ ഒരു റോൾ അദ്ദേഹത്തിന് കാണുന്നതായിട്ട് കാണുന്നില്ല. ഒരു പക്ഷെ ഉണ്ടായിരിക്കാം, വേദപുസ്തകത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നില്ല, പഠിക്കുന്നില്ല. ഇതിനകത്ത് എൻ്റെ ചിന്തയ്ക്കകത്ത് വന്ന ഒരാലോചന എന്ന് പറഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തികൾ ആകെ മൊത്തം പഠിച്ചു നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടത്തുന്ന പ്രവൃത്തികളാണ്. കാര്യം ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ഈ ലോട്ടിടുക എന്ന് പറയുന്നത് അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ചീട്ടിട്ടാണ് ഈ മത്തിയാസിനെ തെരഞ്ഞെടുക്കുന്നത്. ഈ ചീട്ടിട്ട് തെരഞ്ഞെടുക്കുന്നത് പഴയ നിയമത്തിൽ നമ്മൾ പലയിടത്തും കാണാറുണ്ട്. യോശുവയുടെ പുസ്തകത്തിലൊക്കെ ഈ വസ്തുവിന്റെ ഒക്കെ ചീട്ടിട്ട് തെരഞ്ഞെടുക്കുന്നതായിട്ട് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് അങ്ങനെ ഒരു റെഫറൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അവര് കാസ്റ്റ് ഇട്ട് ഈ വസ്തുക്കളൊക്കെ ഡിവൈഡ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് അവിടെ ഒരു റെഫറൻസ് കാണാൻ കഴിയും. ഇത് പഴയ നിയമത്തിന്റെ ഒരു വ്യവസ്ഥയാണ്, ഈ ചീട്ടിട്ട് ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഒരു പരിപാടി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം തൊട്ട് അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു ഷിഫ്റ്റാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തില് ഇവർക്കൊരു ചീട്ടിട്ട് പ്രാർത്ഥിച്ചൊക്കെ എടുക്കേണ്ട വന്നത്
അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം തൊട്ട് പരിശുദ്ധാത്മാവിനാലുള്ള ഒരു ഫ്ലോ ആണ്, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒരിക്കലും ഒരു ചീട്ടിട്ടതായിട്ട്, ലോട്ടിട്ടതായിട്ട് നമുക്ക് ഈ ഭാഗത്തൊന്നും വായിക്കാനായിട്ട് കഴിയത്തില്ല. ഇപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പുതിയ നിയമസഭയോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, പുതിയ നിയമസഭ പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെടേണ്ട ഒരു സഭയാണ്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മളും പലപ്പോഴും ഈ പല കാര്യങ്ങളിലും സ്ട്രഗിൾ ചെയ്യുന്നത്, നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും നേടാൻ നമ്മളെ കൊണ്ട് പലപ്പോഴും അങ്ങോട്ട് ആ ഒരു പേഷ്യൻസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ടൈമിന്റെ കാര്യം പറഞ്ഞത്, ഈ 10 ദിവസമാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ആ 10 ദിവസത്തിനകത്ത് ഇവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയായിരുന്നെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായിട്ട് മാറിയേനെ. മാനുഷികമായ ആലോചനകളും മാനുഷികമായ പ്ലാനുകളും മാനുഷികമായ ക്വാളിഫിക്കേഷൻസും ഒക്കെ വെച്ചിട്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്ന പലരും പ്രയോജനപ്പെടാതിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഇരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് നമുക്ക് പൗലോസിനെ വേർതിരിക്കുന്നതായിട്ട് ആ ഭാഗം ഒന്ന് വായിക്കാം, കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അതിന്റെ തൊട്ട് മേലുള്ള 2-ാമത്തെ വാക്യം കൂടെ വായിച്ചു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്ന, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്, ഇവരെ എന്റെ വേലയ്ക്കായിട്ട്, ശൗലിനെയും ബർന്നബാസിനെയും എന്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കുവാനായിട്ട്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു വേർപാട് അവിടെ നടന്നപ്പോൾ, അവരെ വേലയ്ക്കായിട്ട് അയച്ചപ്പോൾ അവരിലൂടെ ഭയങ്കര അത്ഭുതങ്ങളും അപ്പോസ്തലനായ പത്രോസും പൗലോസിന്റെയും ആ പ്രവൃത്തികളാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ നാം വായിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിലൂടെയാണ് പല ലേഖനങ്ങളും അന്നും ഇന്നും ദൈവസഭയ്ക്കൊക്കെ നൽകപ്പെട്ടിട്ടുള്ള ആ മർമ്മങ്ങൾ, കർത്തൃമേശയുടെ പോലും മർമ്മങ്ങൾ അപ്പോസ്തലനായ പൗലോസിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെട്ട് എന്തെങ്കിലും ജീവിതത്തിൽ നടക്കുമ്പോൾ, ദൈവസഭയിൽ നടക്കുമ്പോൾ, അതിനകത്ത് വലിയ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട്, അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുവാനായിട്ടിടയാണ്. മാനുഷികമായ ആലോചനകളുടെ പലതും പരാജയങ്ങളായിട്ട് മാറുമ്പോൾ, അതൊന്നും ഫ്രൂട്ട്ഫുള്ളായിട്ട് തീരാതിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ചെയ്താൽ ശക്തമായ പ്രവൃത്തികൾ അവിടെ നടക്കുവാനായിട്ടിടയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് പറയുന്ന, വേർതിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ കുറെ കാര്യങ്ങള് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ അപ്പോസ്തല പ്രവൃത്തികൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് വേണമെങ്കിൽ ഈ പുസ്തകത്തെ വിളിക്കാം. നമുക്ക് പലപ്പോഴും ഈ എക്സാമ്പിൾസ് ഒക്കെ എടുക്കണമെങ്കിൽ പുതിയ നിയമത്തെ ലേഖനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ലേഖനങ്ങളിലൊക്കെ തിയോളജിയും ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും ഒക്കെയാണ് നാം പഠിക്കുന്നത്. എക്സാമ്പിൾസ് ഒക്കെ പലപ്പോഴും പഴയ നിയമത്തിൽ നിന്നാണ് നമുക്ക് പലപ്പോഴും കിട്ടാറുള്ളത്. എന്നാൽ പുതിയ നിയമത്തിലെ എക്സാമ്പിൾസ് ഒക്കെ ഉള്ള ഒരു പുസ്തകം, അല്ലെങ്കിൽ പ്രവൃത്തികൾ ഉള്ള ഒരു പുസ്തകം ഈ പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ. അതുകൊണ്ട് ഇവിടുത്തെ ഈ സുവിശേഷത്തെ കുറിച്ചുള്ള സ്ട്രാറ്റജി ഒക്കെ പഠിക്കണമെങ്കിൽ, അല്ലെ പുതിയ നിയമ സഭ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പഠിക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുന്നത് ഒരുപാട് പ്രയോജനമാണ്. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ഒന്ന് ചിന്തിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് 8-ാമത്തെ അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായത്തിന്റെ 28-ാം വാക്യം, ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് തേരിനോട് ചേർന്ന് നടക്കാനായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ പരിശുദ്ധാത്മാവ് തന്നോട് ഗൈഡ് ചെയ്യുക. നമുക്ക് പുതിയ നിയമസഭയിലും അത്രയ്ക്കൊരു ഗൈഡൻസ് ഉണ്ടായാൽ നമ്മൾ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളും ഇതിനകത്തുനിന്ന് മാറിയാനെ. ഇന്ന് നാം ഫേസ് ചെയ്യുന്ന പല ചലഞ്ചസും ദൈവസഭയിൽ നിന്ന് മാറിയാനെ. കാര്യം ഈ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് പലപ്പോഴും ഈ ദൈവസഭയിൽ ഇല്ലാത്തത് കാരണമാണ് പലപ്പോഴും ആ ഒരു എഫക്റ്റീവ്നെസ്സിലേക്ക് ദൈവസഭകൾ പലപ്പോഴും മാറാത്തത്.
അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തില് അതിന്റെ 19-20 വാക്യങ്ങളില് പത്രോസിന്റെ വിഷനിൽ പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് തന്നെ കൺവിൻസ് ചെയ്യുകയാണ്. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം അവരോട് കൂടെ പോകുവാനായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇതൊരു വലിയ ഷിഫ്റ്റാണ് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു ഷിഫ്റ്റായി മാനുഷികമായ ചിന്തകളും മാനുഷികമായ തിയോളജി സാഹചര്യം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നാം വായിച്ചു. ഇവിടെയൊക്കെ വേലയ്ക്കായിട്ട് വേർതിരിക്കുന്നതും ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നതും ഒക്കെ പരിശുദ്ധാത്മാവാകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഈ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വലിയ ദൈവപ്രവൃത്തികൾ ദൈവസഭയിൽ നടക്കുവാനായിട്ട് ഇടയാകും. മത്യാസിന്റെ ഒരു വിഷയം അതൊരു തിയോളജി ഒന്നും അല്ല, എൻ്റെ അകത്ത് വന്ന ഒരു ചിന്തയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാം അത് കറക്റ്റായ ഒരു വെയിലാണോ അപ്പോസ്തലന്മാർ അത് തെരഞ്ഞെടുത്തതെന്നുള്ള കാര്യം. നമ്മളിത് പഠിക്കുവാണല്ലോ, നമുക്ക് വ്യക്തിപരമായ പല ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് അതിന്റെ ഒരു ഉത്തരം കണ്ടെത്താം. കർത്താവ് അതിനായിട്ട് നമ്മളെയൊക്കെ സഹായിക്കുമാറാകട്ടെ. ഇനി 2-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ. 2-ാമത്തെ അധ്യായത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒന്ന് വായിക്കാം. 2-ാമത്തെ അധ്യായത്തിന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കേൾക്കാമോ? കേൾക്കാം സിസ്റ്റർ. ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച് നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പാർഥ്യരും മേദ്യരും എലാമ്യരും മെസപ്പൊത്തോമ്യരും യഹൂദിയയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയയിലും ഫ്രുഗ്യയിലും പാംഫില്യയിലും മിസ്രൈമിലും കുറേനയ്ക്കും ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബികളുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ അവിടുത്തെ ദിവസം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. പെന്തക്കോസ്റ്റ് നാൾ. ആ സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണ് അവിടെ വലിയ ഹോളി സ്പിരിറ്റിന്റെ ഔട്ട് പോറിങ് അവിടെ നടക്കുന്നത്. അപ്പൊ എന്താണ് ഈ പെന്തക്കോസ്റ്റ് നാൾ? അപ്പം ഇത് യഹൂദന്മാരുടെ ഒരു പെരുന്നാളാണ്, പെന്തക്കോസ്റ്റൽ പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫീസ്റ്റ് ഓഫ് ഇൻഗ്യാദറിംഗ് കൂടെയാണ്. ആദ്യഫല പെരുന്നാള്, ഫസ്റ്റ് ഫ്രൂട്ട് ഫീസ്റ്റ്, ഇങ്ങനെയുള്ള പല പ്രത്യേകതകൾ ഉള്ള ഒരു ദിവസമാണ് ഈ 50-ാമത്തെ ദിവസം, പാസ് ഓവറിന് ശേഷം 50-ാമത്തെ ദിവസം. ആ പെരുന്നാളിന്റെ സമയത്താണ് ഇവിടെ ഈ വലിയൊരു ഔട്ട് പോറിങ്, ഹോളി സ്പിരിറ്റിന്റെ ഔട്ട് പോറിങ് ഉണ്ടാകുന്നത്. ഈ ദൈവത്തിന്റെ ഓരോ പ്ലാനുകൾ, ദൈവത്തിന്റെ ഈ ടൈമിങ്ങും ദൈവവചനത്തിൽ ഓരോ സംഭവങ്ങൾ സംഭവിക്കുന്ന ഡേറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിതിനെയൊക്കെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പഴയ നിയമത്തിലുള്ള പല കാര്യങ്ങളും പുതിയ നിയമത്തിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ വലിയൊരു വിടുതല്, മിസ്രൈമിൽ നിന്ന് അവരെ ചോരത്തളിയും പെസഹയും ആചരിച്ച് അവര് മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ജനം അതിന്റെ 50-ാമത്തെ നാളില് അവിടെ ഒരു പെരുന്നാള് ആഘോഷിക്കുകയാണ്, പെന്തക്കോസ്റ്റൽ പെരുന്നാള്. ഇതെന്താണ് ഈ പെരുന്നാളിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ തുടക്കത്തിന്റെ പെരുന്നാളാണ്. കാര്യം
ഒരു പുതിയൊരു ഹാർവസ്റ്റിന്റെ, പുതിയൊരു തുടക്കത്തിന്റെ പെരുന്നാൾ. അപ്പൊ ഇവിടെ ഒരു ഗ്യാതറിങ്ങും റീജോയിനിങ്ങും ഒക്കെ നടക്കുന്ന ഒരു സമയം. ആ സമയത്താണ് ശിഷ്യന്മാരെല്ലാം കൂടെ നിന്ന് അവരുടെ മേലൊരു വലിയ പരിശുദ്ധാത്മാവിന്റെ ഒരു ഔട്ട് പോറിങ് നടക്കുന്നത്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, ഇവിടെയും പരിശുദ്ധാത്മാവ് ഈ 50-ാമത്തെ ദിവസം, ഇവിടെ 50-ാമത്തെ ദിവസം ഹോളി സ്പിരിറ്റിന്റെ വലിയ ഔട്ട് പോറിങ് നടക്കുന്ന ഈ പെന്തക്കോസ്റ്റൽ നാളിന്റെ ഇതിന്റെ 50 ദിവസം പുറകിലോട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായത്. പെന്തക്കോസ്റ്റ് നാളിന്റെ 50 നാൾ പുറകിലോട്ട് ഒരു ആട്ടിന്റെ രക്തം കട്ടളക്കാലിന്മേൽ തളിച്ച് ഇസ്രായേൽ ജനം വലിയൊരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അതിന്റെ ഒരു റിപ്ലിക്കേഷൻ ആണ് പുതിയ നിയമത്തിൽ നാമും കാണുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ മുഖാന്തരം നമുക്ക് ഒരു വിടുതൽ കൊണ്ടുവരുന്ന ആ ഡേറ്റുകളൊക്കെ എങ്ങനെ അത് മാച്ച് ആകുന്നതാണ് വളരെ പ്രധാനമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ഭാഗം. ഇവിടെ 50 ദിവസം, 50 days. 50ന്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം, ജൂബിലി 50-ാമത്തെ നാളിലാണ് ജൂബിലി അവരാഘോഷിക്കുന്നത്. 50 വർഷത്തിന്റെ ഒരു കണക്ക്, ജൂബിലിയുടെ ഒരു കണക്കുണ്ട്. ജൂബിലിയിലാണ് ഈ അടിമത്വത്തിൽ നിൽക്കുന്ന അവരൊക്കെ വിടുതൽ പ്രാപിക്കുന്നത്. ഇവിടെയും പരിശുദ്ധാത്മാവിന്റെ ഒരു ഔട്ട് പോറിങ് ഇവിടെ നടന്നപ്പോൾ പത്രോസ് എണ്ണീറ്റ് പ്രസംഗിച്ചപ്പോൾ അനേകായിരങ്ങള് ദൈവസഭയോട് ചേരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഇവിടെ പഴയ നിയമത്തിലെ ഫീസ്റ്റ് ഓഫ് ഗ്യാതറിങ് നടക്കുമ്പോൾ ഇവിടെ പുതിയ നിയമത്തിലും ദൈവസഭയിൽ വലിയൊരു ഗ്യാതറിങ് നടക്കുന്നതായിട്ട് നമുക്ക് ഈ ഭാഗത്തിൽ പഠിക്കാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ പെന്തക്കോസ്റ്റ് പെരുന്നാളിന്റെ ഒരു പ്രത്യേകത നമുക്ക് അവിടെ കാണാം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ അവിടെ വെളിപ്പെടുന്നതായിട്ട് 1-ാമത്തെ വാക്യത്തില് നാം കണ്ടു. 2, എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇവരുടെ നടുവിൽ നടന്നത് എന്നുള്ളത് 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. നാം കഴിഞ്ഞ 1-ാമത്തെ അധ്യായത്തില് കഴിഞ്ഞ ആഴ്ച നാം ഇതിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടിടയായി. പരിശുദ്ധാത്മാവ് പതിഞ്ഞു എന്നുള്ളൊരു പദം ഇവിടെ എഴുതിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫില്ലിങ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചാല് ഒരു സൂപ്പർ നാച്ചുറൽ വെള്ളം അവർക്ക് വേണ്ടിയിട്ട് തുറക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഔട്ട് പോറിങ്, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പതിഞ്ഞ ഒരു സാഹചര്യം അവിടെ ഉണ്ടായത്. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുന്നു മൈറ്റി റഷിംഗ് വിൻഡ്. ഇത് തന്നെ നാം പഴയ നിയമത്തില് നാം യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തില് യേശു ഇവരുടെ മേൽ ഊതി എന്നുള്ള ഒരു കാര്യം നാം വായിക്കുന്നു. ഒന്ന് വായിക്കാം വാക്യം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അതിനെ തൊട്ട് മേലുള്ള വാക്യം വായിക്കാം, 21. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ഇത് ഇവിടെയും ഗ്രീക്കിലും ഹീബ്രുവിലും ഒക്കെ യൂസ് ചെയ്തേക്കുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പദം, ദൈവത്തിന്റെ ബ്രത്ത് എന്നുള്ള ഒരു വേർഡ്, സെയിം വേർഡാണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് ഞാൻ വായിക്കുവാനായിട്ടിടയായി. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഔട്ട് പോറിങ് ഇവരുടെ മേൽ നടന്നത് ഈ ജനത്തിന്റെ ഇടയിൽ വലിയ ദൈവപ്രവൃത്തികൾ അവരെ ആ ജനത്തിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇവിടെ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്ന് ചോദിച്ചാല് ഇവിടെ കൂടിയിരുന്ന ജനം അവർ വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള ജ്യൂസ് ആയിരുന്നു ഇവിടെ കൂടിയിരുന്നത്. ഇവരെ കേട്ടുകൊണ്ടിരുന്ന ഈ ജനം വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള ജ്യൂസ് ആയതുകൊണ്ട് ജ്യൂസിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. കാര്യം പഴയ നിയമത്തിൽ അവർ കണ്ടിട്ടുള്ളത് ഒരു മൈറ്റി വിൻഡായിട്ടും കൊടിയ കൊടുങ്കാറ്റടിക്കുന്നതായിട്ടും അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവും ഒക്കെയാണ് അവരുടെ ഒരു കോൺസെപ്റ്റിലുള്ള ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത്.
അപ്പൊ ഇവിടുത്തെ ഈ ജനത്തിനെ അല്ലെങ്കിൽ ഈ ജനത്തിന്റെ ഇടയില് അവരുടെ ഒരു കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ തരത്തിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ നടന്നതെന്ന് നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാര്യം ഇത് തുടർന്നുള്ള വേദപുസ്തകത്തിൽ തുടർന്നുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇവിടെ പലയിടത്തും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇത്രയും വലിയൊരു മാനിഫെസ്റ്റേഷൻ പിന്നെ എങ്ങും നമ്മൾ കാണുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇവിടെ എന്തിനാ ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചാല് എൻ്റെ അകത്ത് വന്ന ഒരു ഉത്തരം, അല്ലെങ്കിൽ ഞാൻ വായിച്ചതൊക്കെ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇവിടെ കൂടിയിരുന്ന ഡിവോട്ടഡ് ആയിട്ടുള്ള ജ്യൂസിനെ അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, അവർക്ക് ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അവര് മോശയുടെ ന്യായപ്രമാണവും പഴയ നിയമത്തിൽ നിന്നൊക്കെ പഠിച്ച അവരുടെ അറിവ് വെച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ ഇൻഫില്ലിങ് എങ്ങനെയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ അവിടെ നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവിടെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളെ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതിയിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ റോമ സാമ്രാജ്യത്തിന്റെ കീഴില് പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയ യഹൂദന്മാരെല്ലാം ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് അവിടെ അവിടെ കടന്നു വന്നിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ജനസമൂഹം, അവർ സംസാരിക്കുന്ന ഭാഷകൾ ഡിഫറെന്റ് ആണ്, അവര് വ്യത്യസ്ത നാടുകളിൽ നിന്ന് വന്നവരാണ്. അപ്പൊ ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നപ്പോൾ അവിടെ ഒരു അന്യഭാഷയിൽ ഇവർ സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ അവരവരുടെ ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ട് ഇവർ ആശ്ചര്യപ്പെട്ടു, അവർ ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു. 7-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് കാണുന്നത്. 6-ാമത്തെ വാക്യത്തിൽ ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി, ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നു എന്ന് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? ഇപ്പൊ ഗലീലയിൽ താമസിച്ചിരുന്നവര് എങ്ങനെയാണ് ഒരു അറബി ഭാഷ അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ച് ഒരു കൂട്ടം ആശ്ചര്യപ്പെട്ടു, ഇതിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. 8-ാമത്തെ വാക്യത്തിൽ പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ ഇവർ സംസാരിക്കുന്നത് എങ്ങനെ എന്ന് അവർ ചോദിക്കുവാനായിട്ടിടയായി. 11-ാമത്തെ വാക്യം, അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷയിൽ അവർ ഇവരെന്താണ് സംസാരിച്ചതെന്നുള്ള കാര്യങ്ങൾ. ഇപ്പം അന്യഭാഷകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ എന്താണ് ഈ അന്യഭാഷയിൽ ഇവർ സംസാരിച്ചത്? കാര്യം ഈ സംസാരിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ല അവർ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്. അവരുടെ കാര്യം ഇതൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്, അവരുടെ ബുദ്ധിയിൽ നിന്ന് സംഭവിച്ച ഒരു കാര്യമല്ല. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത, അതാണ് ഈ ഹോളി സ്പിരിറ്റ് ഫില്ലിങ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് അവരോട് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനാൽ അവരറിഞ്ഞുകൂടാത്ത ഭാഷകളിൽ സംസാരിച്ചു. അപ്പൊ ഈ അറിഞ്ഞുകൂടാത്ത ഭാഷകളിൽ സംസാരിച്ചപ്പോൾ ഇപ്പൊ എല്ലാവരും ചോദിക്കുക, എന്താണ് ഇവർ സംസാരിച്ചത്? അവർ സംസാരിച്ചത് മറ്റൊന്നുമല്ല, അവർ സംസാരിച്ചത് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പൊ ഇവരുടെ സംസാരം ഒരു ആരാധനയായിരുന്നു. ഇവര് ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ആരാധന കൊടുക്കുകയാണ് ഇവര്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവര് ഇവർ അന്യഭാഷയിൽ ആരാധിക്കുന്നത് കണ്ടപ്പോൾ യേശുവിനെ കുറിച്ച് കേൾക്കുവാനായിട്ടിടയായി. എല്ലാവരും ഭ്രമിച്ചു. അപ്പോൾ തന്നെ അതിന്റെ 13-ാമത്തെ വാക്യത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു. അപ്പൊ ഈ പരിഹാസികള് എല്ലായിടും ഉണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. എല്ലാവർക്കും എല്ലാം മനസ്സിലാകത്തുമില്ല. അപ്പം നമുക്ക് മനസ്സിലാകാത്തതെല്ലാം തെറ്റാണെന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്.
ഇത്രയൊക്കെ കണ്ടിട്ടും, ഇത്രയും കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ കണ്ടിട്ടും ഇവിടെ ആ ആ എന്താ പറഞ്ഞ അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. അവിടെ അന്യഭാഷയിൽ അവർ സംസാരിക്കുന്ന കണ്ടു, കൊടിയ കാറ്റടിച്ചു, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഇതെല്ലാം കണ്ടിട്ടും ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞ ഒരു കൂട്ടര് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ. ഒരു കൂട്ടർ ഇതിൽ വിശ്വസിക്കും, ഒരു കൂട്ടർ ഇതിനെ തള്ളിപ്പറയും. പക്ഷെ ഇന്ന് ദൈവസഭയുടെ ഇന്നത്തെ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോകും. അപ്പൊ നമ്മളോട് എന്താണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചത്? ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. മാനുഷികമായിട്ടുള്ള ഈ പരിപാടികളൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് നിർത്തിയിട്ട് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ ദൈവസഭകൾ പോയാൽ ഈ നാളുകളിൽ വലിയ ദൈവപ്രവൃത്തികൾ നടക്കുവാനായിട്ടിടയാകും. കഴിഞ്ഞ ദിവസവും വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത ഞാൻ കേട്ടത്, എൻ്റെ ഓഫീസിനടുത്തുള്ള എൻ്റെ ഒരുപാട് ദൂരെയാണ് എൻ്റെ ഓഫീസ്. ആക്ച്വലി അതിനടുത്തുള്ള പല ബിൽഡിങ്ങുകളും ഇന്ന് ഈ റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ഏറ്റെടുത്ത് അവർ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ പറയുന്ന കേട്ടോ, അവിടെ അടുത്തുള്ള ഒരു പഴയ ചർച്ച് റിയൽ എസ്റ്റേറ്റുകാർ ഏറ്റെടുത്ത് കോണ്ടോമിനിയം ആക്കുന്നു, കോണ്ടോമിനിയം ഫ്ലാറ്റ് ആക്കി മാറ്റാനായിട്ട് പോകുന്നു. എന്തിനാ ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഇന്ന് ദൈവസഭകൾ വളരാത്തതും ദൈവസഭയിൽ വ്യക്തികൾ വരാത്തതും ഒക്കെ നമ്മുടെ ആരാധനകളൊക്കെ ആർട്ടിഫിഷ്യലായി മാറുന്നത് കൊണ്ടല്ലേ? ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു ഔട്ട് പോറിങ് നമ്മുടെ ഇടയിൽ നടന്നാൽ ജനം അവിടെ കൂടുവാനായിട്ടിടയാകും, ജനം ഇതിലേക്ക് കടന്നു വരുവാനായിട്ടിടയാകും. പലപ്പോഴും നമ്മുടെ അന്യഭാഷയും ആരാധനയും ഒക്കെ ഈ 4 ചുവരുകളുടെ അടുത്ത് മാത്രമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ, അല്ലെങ്കിൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം, അല്ലെങ്കിൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഗിഫ്റ്റ്, ഇതൊന്നും പൊതുപ്രയോജനത്തിന് ആയിത്തീരാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പല സഭകളും ഇന്ന് അത് മറ്റുള്ളവർ ഏറ്റെടുത്ത് വേറെ സ്ഥാപനങ്ങളാക്കി മാറ്റുന്നു. ഞാൻ യൂറോപ്പില് ഇങ്ങനെ കേൾക്കുവാനായിട്ടിടയായി, അവിടുത്തെ പല ചർച്ചസും ഇന്ന് ഷോപ്പിംഗ് കോംപ്ലക്സുകളും മാർക്കറ്റ് പ്ലേസുകളും ഒക്കെ ആയി മാറിയ അവസ്ഥകൾ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചർച്ചസ് ഒക്കെ മാർക്കറ്റ് പ്ലേസുകളൊക്കെ അവിടെയൊക്കെ പച്ചക്കറി വെക്കുക. പണ്ട് ദൈവവചനത്തിന്റെ ഷെയറിങ് നടന്നിരുന്നിടത്ത് ആത്മസാന്നിധ്യത്തിൽ ജനം ആരാധിച്ചുകൊണ്ടിരുന്ന എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനേകരുടെ എഫേർട്ടും അനേകരുടെ കമ്മിറ്റ്മെന്റിലുമാണ് അതൊക്കെ അങ്ങനെയുള്ള ചർച്ചസ് ഒക്കെ ഉണ്ടായി വന്നത്. പക്ഷെ ഇന്ന് അത് ഈ മറ്റുള്ളവർ ഏറ്റെടുക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വളർന്നു എന്നാൽ അതിന്റെ ഒരു പ്രധാന കാരണം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നോക്കി ചിരിക്കുവാനും കളിയാക്കാനും ഒക്കെ തുടങ്ങിയ സാഹചര്യം എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, വേണ്ടത്ര പരിശുദ്ധാത്മാവിന് നാം പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിന് നാം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത്. ഒരു അന്യഭാഷയിലെ ആരാധനയിൽ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നിൽക്കുമ്പോൾ ആ ബാക്കിയുള്ള ഞായറാഴ്ച നമ്മുടെ ആരാധനയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള 6 ദിവസവും നമ്മുടേതായ മാനുഷിക ആലോചനകളിലും മാനുഷികമായ തീരുമാനങ്ങളിലും നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന് പലപ്പോഴും പ്രവർത്തിക്കുവാനായിട്ട് കഴിയത്തില്ല. ഇന്നും നമ്മെ ഗൈഡ് ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്, ഇന്നും നമ്മുടെ മേലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട്. ഇത് പലപ്പോഴും വാസ്തവമായും നമ്മൾ ആ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറില്ല. അപ്പോസ്തലന്മാരുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അതിനു മുമ്പ് നാം ചാടിക്കയറി തീരുമാനങ്ങൾ എടുക്കുന്നു, ചാടിക്കയറി കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് പലപ്പോഴും ഒരു റോങ് ഡയറക്ഷനിലേക്ക് ദൈവസഭയെയും വ്യക്തികളെയും കൊണ്ടുപോകുവാനായിട്ടിടയാകും. ഈ നാളുകളെ ദൈവസഭ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ വലിയ ദൈവപ്രവൃത്തികൾ പരിശുദ്ധാത്മാവിനാൽ ദൈവസഭകളിൽ നടക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മുടെ മേലെല്ലാം ആ ഒരു വലിയ നിറവ് വേണം. നമ്മുടെ അകത്തിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അത് നമ്മുടെ രക്ഷയിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ അകത്തൊരു പരിശുദ്ധാത്മാവുണ്ട്.
ഈ മൺകൂടാരങ്ങളിൽ അവൻ വാസം ചെയ്യുന്നു. എന്നാൽ നാളുകളിൽ നമ്മുടെ അകത്തൊരു നിറവും കൂടെ വേണം. എന്നാലേ നാം ദൈവസന്നിധിയിൽ ഒരു പ്രയോജനമായി തീരാനായിട്ട് കഴിയത്തുള്ളൂ. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട്, ഇന്ന് ദൈവവചനം സംസാരിക്കണമെങ്കിലും ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. ആരാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. വിശ്വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് വേണം. ഇതെല്ലാം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രോമിസുകളാണ്. ഈ ദിവസങ്ങളിൽ അതിനൊരു ഇമ്പോർട്ടൻസ് ദൈവസഭകൾ കൊടുക്കാതിരിക്കുമ്പോൾ, പലപ്പോഴും ലോജിക്കലായിട്ടുള്ള തിങ്കിങ്ങിലൊക്കെ നാം ആകിപ്പോയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ചർച്ചിന്റെ ഡയറക്ഷൻ മാറിപ്പോവുക. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചാൽ അവിടെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലാണ്. അപ്പോസ്തലനായ പൗലോസ് ഇന്നടുത്ത് ഏഷ്യയിൽ പോകണ്ട എന്നുള്ളത് പരിശുദ്ധാത്മാവ് തന്നെ തടുത്തു. ഹല്ലേലൂയ. എവിടോട്ട് പോകണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് തന്നെ ഗൈഡ് ചെയ്തു. പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പത്രോസിനോട് പരിശുദ്ധാത്മാവ് തന്റെ വെളിപ്പാടിലൂടെ, ദർശനത്തിലൂടെ ഇടപെട്ടു. ഹല്ലേലൂയ. ഇത്ര പേർക്ക് അങ്ങനെയുള്ള ഒരു ആഗ്രഹമുണ്ട്. കർത്താവേ, പരിശുദ്ധാത്മാവ് എന്നോട് ആ ഒരു നിലവാരത്തിൽ ഒന്ന് ഇടപെടണം. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. ലോകത്തിൻ്റെതായ പല ഡിസ്റ്റർബൻസുകളും പല സൗണ്ടുകളും ഒക്കെ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വാസ്തവമായും പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് നമുക്ക് പലപ്പോഴും കേൾക്കുവാനായിട്ട് കഴിയത്തില്ല. കാര്യം ഈ ലോകത്തിന്റെ ആ കോലാഹലങ്ങളൊക്കെയാണല്ലോ നാം കേൾക്കുന്നത്. ലോകത്തിലെ സംഭവങ്ങളും നമ്മുടെ ന്യൂസ് ചാനലുകളൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വാസ്തവമായും പരിശുദ്ധാത്മാവിന്റെ ആ മൃദുവായ സ്വരം നാം കേൾക്കുന്നില്ല. ഈ നാളുകളിൽ അതിനു വേണ്ടിയിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളെ ഓരോരുത്തരും ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇന്നും സമയം വൈകിട്ടില്ല. ഇത് കൃപായുഗമാണല്ലോ. പരിശുദ്ധാത്മാവിനെ നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ദൈവസഭകൾ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കണ്ടേ? ബോർഡിന്റെ കയ്യിൽ അല്ലെങ്കിൽ കൺട്രോൾ കൊടുക്കേണ്ട, പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ നയിക്കപ്പെടുന്നതായിട്ട് മാറട്ടെ ദൈവസഭകൾ. ദൈവദാസന്മാരുടെ പ്രസംഗങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായിട്ട് മാറട്ടെ. അല്ലെങ്കിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനുള്ള മെസ്സേജസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലുള്ള മെസ്സേജസ് ആയി മാറുമ്പോൾ ഹല്ലേലൂയ, അവിടെയാണ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവവരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം.